ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന മുട്ട കറിയാണ്. അതിനായിട്ട് ആദ്യമായി ഒരു 3 മുട്ട പുഴുങ്ങാനായി വെക്കുക. അതിന് വേണ്ട ആവശ്യമായിട്ടുള്ളത് 3 സവോള നീളത്തിലരിഞ്ഞത്, ഒരു തക്കാളി കുനുകുനാന്നരിഞ്ഞത്, 3 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, കുഞ്ഞൊരു ഇഞ്ചി കഷ്ണം അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ആദ്യം ഒരു പാൻ വെച്ചിട്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. വേഗം വഴറ്റി വരുന്നതിനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അത് ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ അത്തേലേക്ക് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതൊക്കെ ഒന്ന് ജസ്റ്റ് കളർ ചേഞ്ച് ചെയ്ത് വഴണ്ട് വരുമ്പോൾ അത്തേലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതൊക്കെ ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വേകുന്നവരെ ഇളക്കി കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അത്തേലേക്ക് മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാല. എന്നിട്ട് ആ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതിനകത്തേക്ക് നമുക്ക് ചാറിന് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നവരെ ആക്കുക. പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ട 2ആയിട്ട് കീറിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്